അപ്പൊ ഹലോ ഗായ്സ്, ഒരുപാട് നാളിന് ശേഷം ഞാൻ വീണ്ടും വന്നു. അപ്പോ ഈ വീഡിയോ എടുത്തത് ന്യൂ ഇയർ ടൈം ആയിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇതിവിടെ പോസ്റ്റ് ആക്കുന്നത്. ന്യൂ ഇയറിന്റെ ദിവസമാണ് ഞാൻ ആലോചിച്ചത്, ഈ വർഷം നല്ല ത്രില്ലാക്കാൻ ഒരു ഫ്രഷ് ഐഡിയ ഒക്കെ വേണ്ടേ. അതെ ഗായ്സ്, അപ്പോ എന്റെ മൈൻഡിൽ ആരും ഇതുവരെ ചെയ്യാത്ത ഒരു ഫ്രഷ് ഐഡിയ വന്നു. വേറൊന്നുമല്ല, വിഷൻ ബോർഡ്. എന്തേ, ഫ്രഷ് അല്ലേ? അപ്പൊ ന്യൂ ഇയറിന്റെ രാവിലെ ഞാനും ചേട്ടനും കൂടെയാണ് പ്രിന്റ് എടുക്കാൻ പോയത്. ഇനി എത്രയൊക്കെ ഫ്രഷ് കണ്ടനാന്ന് പറഞ്ഞാലും ഈ വിഷൻ ബോർഡ് പ്രിന്റ് എടുക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു ചമ്മല്, അതിതുവരെ മാറിയിട്ടില്ല. അങ്ങനെ വിഷൻ ബോർഡൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. അന്ന് തന്നെ പണി തുടങ്ങി. പക്ഷെ അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ഇത്രയും പാടാണെന്ന്. എന്റെ മടിയും ഒക്കെ കഴിഞ്ഞ് ഉണ്ടാക്കിയപ്പോൾ ഒരു 5 ദിവസം എടുത്തതേ ഉള്ളൂ. ഇപ്പൊ കാണുന്നത് ഡേ 1 ഓഫ് മേക്കിംഗ് വിഷൻ ബോർഡ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത പ്രിന്റ് കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇവിടെ ബോർഡ്സ് എടുത്ത പ്രിന്റ് ആണ് കട്ട് ചെയ്യുന്നത്. ആദ്യമേ ഞാൻ വലിയ കാര്യത്തിന് സിസേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്താൽ ഈ കൊല്ലത്തൊന്നും എഴുതിയിരത്തില്ലെന്ന്. അത്രയ്ക്കും പ്രിന്റ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെയാണ് എനിക്ക് ബോധോദയം വെക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു 5-6 സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തതിനു ശേഷം ബ്ലേഡ് വെച്ചിട്ടാണ് പിന്നെ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം സിമ്പിളായി തോന്നി. അതും ഇച്ചിരി പാടാണ്, പക്ഷെ സിസേഴ്സിനെ കാട്ടി ഭേദമാണ്. ആദ്യമേ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് പിന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസേഴ്സ് ഉപയോഗിച്ച്. അപ്പൊ ഈ വിഷൻ ബോർഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എല്ലാവർക്കും അറിയാം, എന്നാ അറിയാത്തവർക്കും ഇനി ഇതറിയുന്നവരാണെങ്കിൽ പോലും ഒന്നും കൂടെ കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ അറിയുന്നവരും അറിയാത്തവരും കേട്ടോ. ലൈഫിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ഭാവി ആഗ്രഹങ്ങൾ എന്നിവ ചിത്രങ്ങൾ, വാക്കുകൾ, കോഡ്, സിമ്പിൾസ് ഉപയോഗിച്ച് ഒരിടത്ത് ചേർത്ത് വെക്കുന്ന ഒരു വിഷ്വൽ റിമൈൻഡർ ആണ് ഈ പറയുന്ന വിഷൻ ബോർഡ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ബ്രെയിനെ ഫോക്കസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വിഷൻ ബോർഡ്. ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഒക്കെ നോക്കിയപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇത് വർക്ക്ഔട്ട് ആയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്കിതിൽ വിശ്വാസമായത്. പിന്നെ ഇതെല്ലാം ഒരു വിശ്വാസമല്ലേ, പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ. പിന്നെ ഈ വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. എനിക്ക് തോന്നിയതാണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ 2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തെന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇത് ചെയ്യുമെന്നും പറഞ്ഞിരുന്നാൽ ഒന്നും നടക്കത്തില്ല. നമ്മളിതായ എഫോർട്ട് നമ്മളിടണം. അപ്പോ കാര്യങ്ങളൊക്കെ റെഡിയാവും. ഇന്ന് കുറച്ചൊക്കെ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബോറടിച്ച് തുടങ്ങി. ഞാൻ അന്ന് രാത്രി 8 മണി മുതലാണ് പിന്നെയും വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുവിധം ഞാൻ എങ്ങനെയൊക്കെയോ വേർഡ്സ് മാത്രം എടുത്ത പ്രിന്റ് കട്ട് ചെയ്ത് തീർത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ തീർന്നല്ലേ? അല്ല, തീർന്നിട്ടില്ല. അപ്പൊ ഇനി നമ്മളടുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത് ഫോട്ടോകൾ മാത്രമായിട്ട് പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ക്യാൻവയിൽ ചെയ്തതാണ്. ഇതിൽ ഫോട്ടോസ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേർഡ്സ് വെക്കാൻ സ്ഥലമില്ല. അങ്ങനെയാണ് ഞാൻ ഇത്രയും പ്രിന്റ് എടുത്ത് ഇപ്പൊ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെയ്തതല്ലേ, അപ്പൊ പിന്നെ അത് വെറുതെ കളയണ്ടാന്ന് വെച്ച് അതും ഞാൻ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 11 ആവാറായി. അങ്ങനെ ആ പരിപാടി ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഡേ 1 ഇവിടെ തീർന്നു.